KC ഒക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. അതായത് KCയും VD സതീശനും തമ്മിലും KC രമേശ് ചെന്നിത്തലയും തമ്മിൽ. അപ്പം നിങ്ങൾ ചില ആൾക്കാർ പറയുന്നത് ഈ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർ അടിവെച്ച് ഇതിനൊരു സാധ്യത കൊണ്ട് കളഞ്ഞു കളയൂ എന്ന് പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പ്രചരണത്തിന് 3-4 ദിവസങ്ങളല്ലേ അത്രേ ഉള്ളൂ, ബാക്കിയുള്ളൂ. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നെങ്കിലും? ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറയുള്ള പാർട്ടിയൊന്നുമല്ല. പിണറായി വിജയനെതിരെ ശബ്ദിച്ചാൽ അപ്പോ തലയിറക്കുന്ന പാർട്ടിയൊന്നുമല്ല. 52 വിട്ട് തീർക്കുന്ന ആ പാർട്ടിയല്ലല്ലോ. നമ്മളെ പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ളൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ എത്ര ദിവസം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സതീശനായാലും രമേശിനെതിരായാലും ഞാനായാലും എല്ലാം കൂടെ മറ്റു നേതാക്കന്മാരുണ്ട്, ശശി തരൂരോടൊക്കെ ഉള്ളവരുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും, KPC പ്രസിഡന്റ്, ഇവരെല്ലാം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രചാരണം തന്ത്രപൂർവ്വം അതാരാ പ്രചാരണം നടത്തുന്നത്? അത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആകെ ഒരു കാർഡ് ഇറക്കാൻ പറ്റുന്ന ഒറ്റ കാർഡേ ഉള്ളൂ. ഇപ്പം കോൺഗ്രസ് ഇത് കിട്ടിയാൽ തമ്മിലടിക്കും, അടിച്ചു പിരിയും. ആ കാർഡിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ ഇപ്പൊ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാർഡിലൊന്നും ജനം വീഴില്ല. അവരുടെ മുമ്പിൽ അങ്ങനെ ഇല്ലല്ലോ. എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പരസ്യമായിട്ട് വിവാദത്തിലേക്ക് പോയി ഏത് സംഭവം ഉണ്ടായിട്ടുള്ളത്? എന്നിട്ടും പറയാണ് കോൺഗ്രസിൽ അടിയുണ്ടാവും. എന്തടി? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ മനസ്സറിയാവുന്ന ഒരു നേതാവാണ്. ഈ കേരളത്തിലെ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ? അദ്ദേഹത്തിനൊരു നിങ്ങൾക്കുള്ളതുപോലെ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായിട്ടുണ്ട്? UDF ജയിക്കുന്നുള്ളത് അദ്ദേഹം ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം, ഇവിടുത്തെ മീറ്റിങ്ങുകളെല്ലാം മറ്റു സ്റ്റേറ്റുകളിലെ മീറ്റിംഗ് ഇരിക്കുമ്പോഴും നമ്മൾ കേരളത്തിലെ UDF ഇപ്രാവശ്യം നന്നായിട്ട് ജയിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാം പറയാറുണ്ട്. എല്ലാം പറയാറുണ്ട്. ഈ KCയുടെ ഒരു അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. അല്ല, ഇത് നിങ്ങളുടെ ഒരു പാർട്ടി സോഴ്സ് അല്ലാതെ അദ്ദേഹത്തിന്റെ സിസ്റ്റം ഉണ്ടോ? ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. KC വേണമല്ലോ ആരാണെന്നൊക്കെ അറിയാൻ അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫീഡ്ബാക്ക് സിസ്റ്റം ഏറ്റവും കൂടുതലുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ചെവിക്ക് പിടിക്കാനുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുമോ അദ്ദേഹം? കൃത്യമായിട്ടും കളക്ട് ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് ഈ പരത്തുന്നതെല്ലാം തെറ്റായ കാര്യമല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ പ്രചാരണ പരിപാടി കൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ മാറ്റിമറിക്കാൻ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും അല്ല എന്നിപ്പോ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അത് ഭാരത് ജോഡോ യാത്രയിലൂടെ അതെ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാക്കിയ ചിത്രം എന്തായിരുന്നു? ഭാരത് ജോഡോ യാത്രയിൽ 10,000-കണക്കിന് ആളുകളാണ് യാത്രയിൽ യാത്രയിൽ വന്നിട്ട് അദ്ദേഹം യാത്രക്കാരോട് അപ്പൊ ഏത് വിഷയം സംസാരിച്ചാലും അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വായിക്കാനുള്ള ശേഷിയുണ്ട്. കലയോടും ഒക്കെ താല്പര്യം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് നിങ്ങൾ പെട്ടുപോയി എനിക്ക് മനസ്സിലായി. അത് മുണ്ടെടുത്തിട്ട് ഡാൻസ് ചെയ്താലേ ഉള്ള അപകടം അറിയാമല്ലോ. അല്ല, ഞാൻ ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞ് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ വോട്ടേഴ്സിനെ കുറിച്ച് നമ്മൾ വളരെ ബഹുമാനത്തോടെ പറയണം. ആരെ അധികാരത്തിൽ ഏറ്റണം ഇറക്കണം എന്നൊക്കെ അവർക്ക് നല്ല തിട്ടമുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുടനീളം ഈ വല്ലാത്ത ഈ വെയിൽ അടിക്കുന്ന ഈ പൊരിവെയിലത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് തോന്നിയ ഒരു സംഭവം എന്താണ്? കേരളത്തിലെ എത്ര സീറ്റുകളിൽ UDFന് കടന്നു പോകാൻ പറ്റും? ഞങ്ങളുടെ 2 തരത്തിലാണ് അതിനകത്ത്. ഷുവർ വിന്നിങ് സീറ്റുകൾ, ജയിക്കാവുന്ന സീറ്റുകൾ. ഞങ്ങൾ ഷുവർ വിന്നിങ് സീറ്റുകൾ കൂടുതൽ 80-85 സീറ്റുകൾ കൃത്യമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്രയും പേര് ജയിക്കും ഉറപ്പ്, ഏത് സാഹചര്യത്തിലും ജയിക്കാവുന്ന സീറ്റുകൾ. അത് കഴിഞ്ഞ് 10-15-20 സീറ്റുകളിൽ മത്സരം നടക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും അപ്പൊ ഞങ്ങളുടെ കണക്കൂട്ടിൽ തെറ്റില്ല, 100ഓളം സീറ്റുകളിൽ UDFന് ജയിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മുടെ ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരുപാട് പുതിയ ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നു, ചെറുപ്പക്കാരികളും. അപ്പോൾ നിങ്ങൾ തന്നെ എനിക്കൊന്ന് നിങ്ങളുടെ പ്രകടനപത്രികയിലും അവരെ ടാർഗറ്റ് ചെയ്യുന്ന ചില ക്യാമ്പയിൻസ് ഒക്കെ, ഡിജിറ്റൽ ക്യാമ്പയിനൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവർ വിദേശ നാടുകളിലെ മാറ്റങ്ങൾ അറിയുന്നവരാണ്, സോഷ്യൽ മീഡിയയിലെ ചേഞ്ചസ് അവർ കാണുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് നിങ്ങളെ അധികാരത്തിൽ ഏറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്താ വയ്ക്കുന്നത്? നിങ്ങളുടെ രാജ്യം ജെൻസി പോപ്പുലേഷന്റെ ആശങ്കയാണ് ഞങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ആശങ്ക അവർക്ക്? താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് ഈ രാഷ്ട്രീയ സംവാദങ്ങളിലും വേണ്ടാത്ത തല്ലിപിടുത്തത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് വേണ്ട അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇവർക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്? അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് കേരളം ഭരിക്കാൻ വരുന്നവർക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത്? ഇതാണ് അവരുടെ ചോദ്യം. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടികളൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പം അവരുടെ ആദ്യ ചോദ്യം ഇതാണ്: ഞങ്ങൾക്കിവിടെ പഠിച്ച് പാസ്സായാൽ ജോലിക്ക് എന്താണ് ഉറപ്പുള്ളത്? ജോലി കിട്ടിയാൽ തന്നെ അത് ക്വാളിറ്റേറ്റീവ് ജോലിയാണെന്നതിന് എന്താ ഉറപ്പുള്ളത്? നല്ല ശമ്പളമുള്ള ഒരു ജോലിയാണെന്നതിന് എന്താ ഉറപ്പില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും എന്നാൽ പെട്ടെന്ന് കുറുക്ക് വഴികൾ തേടി പോകുന്നതൊക്കെ ചിലർ പറയും. അപ്പോൾ പെട്ടെന്ന് വിദേശത്ത് പോയ അവസരം കിട്ടിയാൽ വിദേശത്ത് പോവുക. അവിടെ തന്നെ എല്ലാവരും സക്സസ്ഫുൾ ആവുന്നൊന്നുമില്ല. തിരിച്ചിപ്പം ഗൾഫിലെ ക്രൈസിസ് നമ്മൾ കണ്ടു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.